വിശദമായ വാർത്തകളിലേക്ക്. വണ്ടൻമേട് കൊച്ചറ മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്ക് വെടിവെച്ചു. കടുവ മയങ്ങിയാൽ ഉടനെ കരയ്ക്ക് കയറ്റുന്ന നടപടികൾ സ്വീകരിക്കും. കടുവയെ തേക്കടിയിലെത്തിക്കാൻ വാഹനത്തിൽ കൂട് ഉൾപ്പെടെ ക്രമീകരിച്ചു. സുരക്ഷ കണക്കിലെടുത്ത് സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാരെ കടത്തിവിടുന്നില്ല. ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതികരണം വരുന്നു. പൊതുപ്രവർത്തകനും പ്രദേശവാസിയും കൂടിയായ നിതിൻ്റെ പ്രതികരണം നോക്കാം. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെയാണ് ഈ സംഭവം അറിയുന്നത്. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പണിക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ചെന്നപ്പം കടുവയും ഒരു വലിയ കടുവയും അതിനോടൊപ്പം ഒരു നായ ഓടിച്ചുകൊണ്ട് പുറകെ പോയപ്പം കടുവ കുഴി വീണതാണെന്നാണ് വീട്ടുകാരൻ പറയുന്നത്. അപ്പം ചെറിയ കുഴി ആയതുകൊണ്ട് അതൊരു മറ്റേ ഗേറ്റിൻ്റെ ഇതെടുത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ്, ഇത് പൊങ്ങി വരാതിരിക്കാൻ. അപ്പം ഫോറസ്റ്റ് അധികാരികളൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ് സാധ്യത, കാരണം ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളമാണ്. ഇവിടെ വന്യമൃഗ ശല്യം അങ്ങനെ ഒന്നും ഉള്ള പ്രദേശമല്ല. പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്, പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത്. അപ്പം ഫോറസ്റ്റിൽ നിന്ന് ഇനി കുമ്പളിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരിക്കും ജനവാസ മേഖലയിലാണോ? തിരിച്ചും ജനവാസ മേഖലയാണ്. വണ്ടൻമേട് പഞ്ചായത്തിലെ 9-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണിത്.